ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാൻ്റെ ആളാവുക എന്നാൽ രക്ഷപ്പെട്ടു. ആരുടെ ആള് നമ്മൾ ആവുകയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ കെയർ ഓഫിലാവണം. അക്രമക്ക അയ്യുഹൽ അബുദു, ഓ മനുഷ്യ, ഓ അടിമ, അള്ളാഹു നിന്നെ ആദരിച്ചു. ബി കറാമാത്തി സലാസി, 3 ആദരവുകളെ കൊണ്ട്. ഇഷ്ടംപോലെ ആദരവുകളുണ്ട്, എന്നാലും പ്രത്യേകമായ 3 ആദരവുകളെ കൊണ്ട് അള്ളാഹു നിന്നെ ആദരിച്ചു. ഒന്നെന്താ അറിയോ? അൽ ഉല അന്നഹു ജഅലക ദാകിറൻ ലഹു, നിന്നെ അള്ളാഹു അവനെ പറയുന്നവനാക്കിയല്ലോ, അല്ലേ? ബിലിസാനിക, നിന്റെ നാക്കുകൊണ്ട്. അല്ലാഹു അക്ബർ, ബാങ്കിലും അല്ലാഹു. തക്ബീർ ചൊല്ലും നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ. എവിടെയാണ് അല്ലല്ലാത്തത്? എല്ലാത്തിലും അല്ലുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ പറയുവാൻ നമുക്കൊരു തൗഫീക്ക് കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. വല്ലാത്ത തൗഫീക്ക്. വലിയ വലിയ ബുദ്ധിജീവികളാണെന്ന് പറയപ്പെടുന്ന ചില ആളുകൾക്കൊന്നും അള്ളാഹുവിനെ അംഗീകരിക്കുവാനും ഹബീബിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മൾ അള്ളാഹുവിനെ പറയുന്നവരാക്കി, വലിയ സൗഭാഗ്യമല്ലേ? 1. 2 വസാനിയതു അന്നഹു ജഅലക മദ്കൂറൻ ബിഹി, അല്ലാഹു ജഅലക, നിന്നെ ആക്കി അവൻ, മദ്കൂറൻ ബിഹി, അവനെ കൊണ്ട് പറയപ്പെടുന്നവനാക്കി, അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നവനാക്കി. അള്ളാഹിനെ കൊണ്ട് നമ്മളെ പറയപ്പെടും. ഇതാ ബിഅയ്യുഖാല ഹാദാ വലിയുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഔലിയാണ്, ഇത് അള്ളാഹുവിൻ്റെ സ്വാലിഹായ അടിമയാണ്, ഇത് അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിനെ ചേർത്തി പറയുക വലിയ കിട്ടലല്ലേ? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹു ആ ഒരു ചിന്തയിൽ, ആ ഒരു ബോധത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിയാനാണ്, എൻ്റെ 100% വിധേയപ്പെടൽ അള്ളാഹുവിനാവണം, അള്ളാഹുവിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരാളില്ല. ഒരു വലിയനെ സ്നേഹിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ വലിയായതുകൊണ്ടാണ്. ഒരു പ്രവാചകനെ സ്നേഹിക്കുകയാണെങ്കിൽ ഈ പ്രവാചകനിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ലേ? പ്രവാചകനിലൂടെ അള്ളാഹുവിലേക്ക് എത്തുക, നബിയിലൂടെ അള്ളാഹുവിലേക്ക് എത്തുക. എല്ലാത്തിൻ്റെയും ഓയത്ത് അല്ലാഹ്. അള്ളാഹിനെ പറയുമ്പം ലദ്ദത്ത് വരും, നമുക്കും വരും. അതപ്പനെ പോവും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അതിങ്ങ് നിലനിൽക്കും. അള്ളാഹു നമുക്കും നിലനിർത്തി തരട്ടെ. 3 വസ്സാലിസതു അന്നഹു ജഅലക മദ്കൂറൻ ഇൻദഹു, നിന്നെ അവൻ അവൻ്റെ അടുക്കൽ പറയപ്പെടുന്നവനാക്കി. നമ്മളെപ്പറ്റി അള്ളാൻ്റെ അടുക്കൽ ചർച്ചയുണ്ട്, അള്ളാഹ് മലിക്കാളോട് നമ്മളെപ്പറ്റി പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഹദീസിലുണ്ടല്ലോ, മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, വല്ലവനും എന്നെ പറഞ്ഞു, എന്നെ ഓർത്തു അവൻ്റെ നഫ്സിൽ, എന്നാൽ ദക്കർതുഹു ഫീ നഫ്സി, എൻ്റെ നഫ്സിൽ, അത് മുഷാക്കലയാണ്, എൻ്റെ നഫ്സിൽ ഞാൻ അവനെയും ഓർക്കും. വമൻ ദക്കറനി ഫീ മലഇൻ, വലിയൊരു സദസ്സിൽ എന്നെ ഓർത്താൽ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ മിസ്ലി, അതിനേക്കാൾ മിൻ മലഇ, അതിനേക്കാളും ഖൈറായ മലഇൻ സദസ്സിൽ ഞാൻ അവനെ ഓർക്കും. കണ്ടോ? അപ്പം നമുക്ക് ആരും വേണ്ടെന്നല്ല, ആര് നമ്മളെ നോക്കിയിട്ടില്ലെങ്കിലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും പരിഗണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ആക്ഷേപിച്ചാലും നമുക്ക് അല്ലുണ്ട്. ഈ ഒരു ബോധം നമുക്കുണ്ടായാൽ പിന്നെ എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്നത്? എന്തിനാ ടെൻഷനാണ്? ഓന് വേണ്ടതൊക്കെ ചെയ്തോട്ടെ. യഫ്അലു മാ യുരീദ്,
വലാ തുസ്അലു വലാ യുസ്അലു അമ്മാ യഫ്അൽ. അവൻ്റെ ചൈര്യത്തൊട്ട് ചോദ്യം ചെയ്യപ്പെടൂല. ഓന് പോച്ചതൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാ ഈ അള്ളാഹുവിനെ, ഈ സുന്ദരനായ അള്ളാഹുവിനെ നമുക്ക് ദർശിക്കണം സ്വർഗത്തിലെത്തിയിട്ട്. അള്ളാഹു തൗഫീഖ് നൽകും. മുഷാഹദ എന്ന അവസ്ഥ ദുന്യാവും തന്നെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ നല്ലോ നന്നാവണം, ഖൽബ് നല്ലോ വൃത്തിയാക്കണം. അള്ളാഹു ഹബീബിനോട് സഹാബ് ചോദിച്ചില്ലേ അള്ളാഹിനെങ്ങനെ കാണുക? അപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചെന്താ റസൂലുള്ളാഹ്, 14-ാം രാവിലുള്ള പൗർണമിയെ നിങ്ങൾ കാണൂലേ? തിരക്കേണ്ടി വരുമോ? ഇല്ല. അതേപോലെ അള്ളാഹുവിനെ കാണാം. എങ്ങനെ? അള്ളാഹു കാണുവാനും ആസ്വദിക്കുവാനും തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനെ കാണുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിന്ന് അള്ളാഹിനോട് പറയും, റബ്ബേ ഞങ്ങളിന്ന് സുജൂദ് ചെയ്യട്ടെ. ഇതുവരെ കൃത്യമായി എന്നെ അറിഞ്ഞിട്ടില്ല. അന്നും കൃത്യമായി അറിയാതെ വേറെ വിഷയം. മഅരിഫത്ത് വേണ്ടേ? അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യണമല്ലോ. എവിടെ? സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുമ്പോൾ ഇതാ നമ്മളെ റബ്ബ്, ഒരു സുജൂദ് ചെയ്യട്ടെ. അപ്പം അത് പോയി കളിച്ച് വരികടാ, പോയി കളിക്കൂ, ആനന്ദിക്കൂ. ഇവിടെ സുജൂദ് നോക്കുകയെന്നില്ല. റബ്ബ് പറ്റും. അങ്ങനെ അള്ളാഹു ഒരു സുജൂദിന് നമുക്ക് പെർമിഷൻ തരും. 40,000 വർഷമായിരിക്കും ആ സുജൂദ്. അതെന്താ? അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്ത് വല്ലാത്ത ആസ്വാദനമായിരിക്കും. അതൊക്കെ ഇവിടുന്ന് അനുഭവിക്കും.